പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ PG ജന്മശതാബ്ദി സ്മാരക കവാടം തുറന്നു. പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച പുതിയ കവാടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ചിന്തകൻ, ഗ്രന്ഥകാരൻ, പത്രാധിപർ, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ PG എന്ന പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ PGയുടെ പേരിൽ സ്മാരക കവാടം നിർമ്മിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ കവാടം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി സ്മാരക കവാടവും ഡോക്ടർ KP ബാലകൃഷ്ണപിള്ളയുടെ സ്മാരക മന്ദിരവും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക. അറിവിന്റെയും ആഴത്തിലുള്ള ചിന്തയുടെയും പര്യായമായ പി ഗോവിന്ദപിള്ള എന്ന നമ്മുടെ പ്രിയപ്പെട്ട PGയുടെ ജന്മശതാബ്ദി സ്മരണാർത്ഥം ജയകേരളം സ്കൂളിൽ നിർമ്മിച്ച സ്മാരക കവാടമാണ് ഞാൻ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യും. ഒരു സ്കൂൾ കവാടം എന്നത് അറിവിന്റെ ലോകത്തേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ്. ആ അർത്ഥത്തിൽ PGയുടെ പേര് ഈ കവാടത്തിന് നൽകിയത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. മലയാളിക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു വലിയ പുസ്തകമായിരുന്നു PG. അറിവിന്റെ ആ മഹാസമുദ്രത്തിന്റെ ഓർമ്മപ്പെടുത്താൻ ഈ സ്മാരക കവാടം എന്നും നമുക്ക് പ്രചോദനമാകട്ടെ. ഈ സംരംഭത്തിന് മുന്നിൽ പ്രവർത്തിച്ച സ്കൂൾ അധികൃതരെയും PTയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സ്മാരക കവാടം ഒന്നുകൂടി അടിയുടെ ഉദ്ഘാടനം ചെയ്താൽ ഞാൻ അറിയിക്കുന്നു. പി ഗോവിന്ദപിള്ളയുടെ സഹോദരനും മുൻ മാനേജറുമായ ഡോക്ടർ KP ബാലകൃഷ്ണപിള്ളയുടെ സ്മാരകമായി പ്രവർത്തിക്കുന്ന സ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മാനേജർ MG രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ശ്രീ പി ഗോവിന്ദപിള്ളയുടെ ശതാബ്ദി സ്മാരക കവാടം, ഒപ്പം ഈ സ്കൂളിന്റെ എല്ലാ തരത്തിലുള്ള ഉന്നതിക്കും വേണ്ടി ദീർഘകാലം ഇതിന്റെ മാനേജറായി പ്രവർത്തിച്ച ശ്രീ ഡോക്ടർ KP ബാലകൃഷ്ണപിള്ളയുടെ പേരിലുള്ള ഒരു സ്മാരകം, ഇത് രണ്ടും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇവർ രണ്ടുപേരും ഈ സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പികളിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുകയാണ്. അതോടൊപ്പം ഈ വളരെ സുപ്രധാനമായ ഈ ദിവസത്തിൽ ഇവിടെ എത്തിച്ചേരാനും ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ 3 സ്മാരകമുണ്ട്. ഈ സ്കൂളിന് ശ്രീ KP ഗംഗാധരൻ നായർ സ്മാരകം ഓൾറെഡി ഉണ്ട്. അതാണ് വാസ്തവത്തിൽ അദ്ദേഹമാണ് ഈ സ്കൂളിന്റെ എല്ലാ അർത്ഥത്തിലും ആർക്കിടെക്ട് എന്ന് വിളിക്കാവുന്ന ശില്പി. അതിന്റെ വളരെ സാധാരണ ഒരു സ്കൂൾ എന്ന നിലയിൽ നിന്ന് ഈ സ്കൂളിനെ അതിന്റെ പുരോഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നയിച്ച ആളാണ് ശ്രീ KP ഗംഗാധരൻ നായർ. അദ്ദേഹത്തിന്റെ പേരിൽ നമുക്കിപ്പോൾ തന്നെ ആ ഓഡിറ്റോറിയം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ KP ബാലകൃഷ്ണപിള്ളയുടെ പേരിൽ ഇവിടെ മാനേജറായിരുന്ന അദ്ദേഹത്തിന്റെ പേരിൽ ആ മന്ദിരത്തിന് അങ്ങനെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ 3 പേരും ഈ സ്കൂളിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒപ്പം നിന്നവരും അതിനെ വഴി നടത്തിയവരും അതിനെ ഉയർത്തി ഈ നിലയിലെത്തിച്ചവരുമാണ്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കേരള ചരിത്രത്തിൽ ജയകേരളം സ്കൂളിന്റെ പേര് എന്നും അനുസ്മരിക്കപ്പെടുമെന്ന് MP ബെന്നി ബെഹനാൻ അഭിപ്രായപ്പെട്ടു. ഞാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വളരെയേറെ വൈകാരികമായ അനുഭവത്തോടുകൂടിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ വളരെ ആദരണീയനായ ബഹുമാനായ ശ്രീ P ഗോവിന്ദപിള്ള, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PGയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ വൈകാരികമാണ്. PGയുടെ ജന്മശതാബ്ദിയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ പാർവതിയെയും ശാരദ ചേച്ചിയൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു പരിപാടി സംഘടിപ്പിക്കണം. ഇപ്പോഴും ഞാനത് മനസ്സുകൊണ്ട് വിട്ടിട്ടില്ല. ഇന്നലെ വലിയ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് PGയുടെ ഒരു ജന്മശതാബ്ദി ആഘോഷ പരിപാടി നമുക്ക് വളരെ വിപുലമായി സംഘടിപ്പിക്കാം. കാര്യം PG ശക്തമായ രാഷ്ട്രീയ നേതൃത്വം, പ്രവർത്തനം എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ബഹുമാനായ ശ്രീ P ഗോവിന്ദപിള്ള രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിന്റെ സമ്പത്തായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹം പിതൃതുല്യനായിരുന്നു. എന്റെ പിതാവുമായി ബന്ധപ്പെട്ട കാലം മുതൽ അദ്ദേഹമായി ഉണ്ടായിരുന്ന അടുപ്പം. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ബഹുമാനായ ശ്രീ P. G. P. ഗോവിന്ദ
അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാൻ ഇവിടെ നമ്മൾ കണ്ടതിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന കൃഷ്ണപിള്ളയെക്കുറിച്ച് PG പറഞ്ഞത് കൃഷ്ണപിള്ളയുടെ സംസാരത്തിന്റെ ഒരു കാന്തശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറയുന്നു, PGക്കും ഒരു കാന്തശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി ഇടപെടുമ്പോൾ, അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ വിനയത്തിൽ, അദ്ദേഹത്തിന്റെ അറിവിലെല്ലാം ഒരു കാന്തശക്തി നമ്മുടെ PGയുമായി ആകർഷിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് തോട്ടയ്ക്കാലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാത്യൂസ് തരകൻ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേരി പൗലോസ്, P. ഗോവിന്ദപിള്ളയുടെ മകൾ R. പാർവതി ദേവി, രായമംഗലം പഞ്ചായത്ത് മെമ്പർമാരായ തോമസ് KC, ഐസക് മാത്യു, സ്കൂൾ PTA പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ, ശാരദ മോഹൻ, RM രാമചന്ദ്രൻ, പുല്ലുവഴി സെന്റ് ആന്റണി പള്ളി വികാരിമാർ, പ്രിൻസിപ്പൽ സുമിത ബിന്ദു, ഹെഡ്മിസ്റ്റർ സ്മിത താരു എന്നിവർ സംസാരിച്ചു. ഇവിടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സുമിത ടീച്ചർ സൂചിപ്പിച്ചതുപോലെ PG എന്ന രണ്ടക്ഷരത്തിൽ കേരളം ആദരിക്കുന്ന പെരുമ്പാവൂരിന്റെ അഭിമാന ചരിത്ര പുരുഷൻ P. ഗോവിന്ദപിള്ള, അദ്ദേഹത്തിന്റെ ഒരു സ്മാരക കവാടം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പെരുമ്പാവൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. P. ഗോവിന്ദപിള്ള 1926 മാർച്ച് 25-നാണ് ജനിച്ചത്. 2026 ആകുമ്പോൾ 100 വയസ്സ്. ഒരു മനുഷ്യന്റെ ജീവിതകാലം സമൂഹത്തിന് വേണ്ടി എങ്ങനെ താൻ വിനിയോഗിച്ചു എന്നതിൻ്റെ, മാതൃകാപരമായി ജീവിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് PG. അദ്ദേഹത്തെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ആഴത്തിലുള്ള അറിവ്, സഞ്ചരിക്കുന്ന സർവകലാശാല, ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരൻ, എല്ലാ മേഖലകളിലും ആഴത്തിലുള്ള അറിവ് കൊണ്ട് ചരിത്രപുരുഷനായി തീർന്ന അദ്ദേഹത്തിന് നമുക്കെപ്പോഴും ഒരു മാതൃകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.